മതം പിടിച്ച ആനയുടെ 5ാം കൈയിൽ പിറന്നു വീണ 2 മക്കളാണ് ഇതിലെ ബാലയ്യ കാരൂസ്. ഒരെണ്ണം പ്രകൃതിയും മറ്റേത് പ്രളയവും. അത് പറയണത് പിറന്നു വീണ ഉടനെ തന്നെ മുണ്ടും കളത്തി വരുന്ന ഈ കാണുന്ന കിണയാണ്. എന്നിട്ട് ഈ കിണൻ ഈ കാണുന്ന തന്തയുടെ അടുത്ത് പറയും, പ്രളയം പിടിച്ചവൻ വെറും നാറ്റം വെച്ച കണക്കനാണ്, അതുകൊണ്ട് ഇവനെ ഞാനങ്ങ് കൊണ്ടുപോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിന്റെ അസ്ഥിവാരം വരെ തോണ്ടി നശിപ്പിച്ച് നാരണക്കല്ലെടുപ്പിക്കും ഈ പ്രളയൻ. അത് കേൾക്കേണ്ട താമസം ആരാന്ന് പോലും അറിയാത്ത ഈ കാണുന്ന ആൾ ദൈവത്തിന്റെ നന്മ തുളുമ്പിയ ഈ പന്ന കളവൻ ആ കൊച്ചിനെ കൊടുത്തു വിടും. നീ എന്തൊരു തന്തേടാ തന്തേ. ആഞ്ജനേയ സ്വാമി. എന്നെ കാണിക്കണത് 5 കൈയിൽ നിന്ന് തെറിച്ച് വീണ് വലുതായി നാട്ടുകാരെ രക്ഷിക്കണ വലിയ കളവായി ബാലയ്യനെയാണ്. 60 വയസ്സിന്റെ ലുക്കാണെങ്കിലും ഇതില് 35 വയസ്സേ ഉള്ളു നമ്മുടെ ബാലയ്യക്ക്. പിന്നെ അടിയുടെ കാര്യമൊന്നും ഞാൻ പറയണില്ല. കാറ്റും മഴയും പുഴയും കടലും എല്ലാം നമ്മളെ കാര്യമാണ്. എന്റെ മാപ്പളം അച്ചമ്പി കൊച്ചച്ചന്മാരാകുന്നു. അമ്മാതിരത്ത മുഴുത്ത അപരാധം. പിന്നെ ബാലയ്യകാരുടെ എല്ലാ പടത്തിലും നായികമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. മോള 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 2 തലമുറയുടെ മോള പ്രായം മാത്രമേ കാണുള്ളൂ. പിന്നെ ഡോഗി സ്റ്റൈലിലെ മാസ്റ്റർ പീസ് സ്റ്റെപ്പും കൂടെ ആയി കഴിഞ്ഞാൽ വളരെ മനോഹരം. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ ആടാ ഇതിന്റെ കോറിയോഗ്രാഫർ. ചിലപ്പോ ഇങ്ങേര് തന്നെ ആയിരിക്കും. കാടി മൂത്തിരിക്കല്ലേ വയസ്സാങ്കല്ലത്. 5ാം കൈയിൽ നിന്ന് തെറിച്ചു പോണ പ്രകൃതി എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5ാം കയ്യൻ പ്രളയം എങ്ങനെയായിരിക്കും? കാട്ടവരാതി. ആ കാട്ടവരാത എൻട്രിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അതിന് മുമ്പായിട്ട് നമ്മുടെ ബാലയ്യന്റെയും ചെറുപിള്ളയുടെയും കല്യാണം കഴിയുന്നു. പിറ്റേ ദിവസം തന്നെ ഇവള് ഗർഭിണിയാവുന്നു. അതിന്റെ പിറ്റേ ദിവസം തന്നെ കൊച്ചു മലിതാവും. പിന്നെ യുറേനിയം തോണ്ടാൻ വരുന്ന കണ്ണ് ചുമന്നിരിക്കുന്ന വില്ലൻ. ആ തോണ്ടൽ വഴി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുറെ ജനങ്ങൾ മരിച്ചു വീഴുന്നു. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ അണ്ണൻ അവിടെ പോയിട്ട് കുറെ ടയറൊക്കെ കടിച്ച് പറിച്ച് തുപ്പിയെറിഞ്ഞ് അവന്മാരെല്ലാം അടിച്ചോട്ടിക്കുന്നു. ഇതിന്റെ ദേഷ്യത്തിൽ അണ്ണന്റെ പെണ്ണും പുള്ളേനെ മക്കളെയൊക്കെ കൊല്ലാൻ വേണ്ടി അവന്മാരിട്ട് ഓട്ടിക്കുന്നു. ആ തോണ്ടൽ വീരന്മാരെന്ന് രക്ഷപ്പെട്ട് നേരെ ഒരു ഗുഹയിൽ ചെന്ന് കയറുമ്പോഴാണ് സുഹൃത്തുക്കളെ പ്രളയം ഇവിടെ ഒറ്റക്കാലിൽ പൊരിയുണ്ട തിന്നോണ്ടിരിക്കുന്നത്. പിന്നെ പറയേണ്ട ആവശ്യമില്ല, പ്രളയം എന്ന് പറഞ്ഞ ആരാണ്? ശിവന്റെ ലിംഗത്തിൽ നിന്നും ആനയുടെ ലിംഗത്തിൽ നിന്നും കിട്ടണ ഒരുതരം മതം പിടിച്ച ശക്തിയാണത്രേ ഈ ത്രികുണ്ടന്. പിന്നെ നിങ്ങൾക്ക് ചുഴലി, വെള്ളപ്പൊക്കം, സുനാമി എന്നീ കൊണകൾ കാണാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ പ്രളയൻ ഈ വെള്ളത്തിൽ കിടന്ന് പ്രളയിച്ചോണ്ടിരുന്നിട്ട് മുങ്ങാങ്കുടിയിട്ട് പൊങ്ങുമ്പോഴത്തേക്കും കയ്യിലൊരു പെണ്ണ്. ഇത്രയും നേരം വെള്ളത്തിൽ കിടന്ന് ചാവൂല, ഇവളാരും മത്സ്യം അന്യകി. അതിനുശേഷം അവളെ പൊക്കിയെടുത്തൊരു കല്ല് കൊണ്ടിട്ട് ഉറിഞ്ചു കുത്തും വയറ്റിൽ ഒരു കുത്ത്. അപ്പോഴേ 2 ലിറ്റർ വെള്ളം അവിടെ തുപ്പിയിട്ട് രക്ഷപ്പെടുള്ളൂ. ഇതൊക്കെ ഏത് യൂണിവേഴ്സിലാണ് നടക്കുന്നത്? പിന്നെ അവളെ തലയിൽ പിടിച്ചിട്ട് സ്കാൻ ചെയ്യും. എന്തോന്നൊക്കെ ഇവിടെ നടന്നെന്ന്. നാണല്ലേ മനുഷ്യൻ നിങ്ങൾക്ക് സീൻ കാണാൻ? ഇതെല്ലാം കണ്ട് ചുണ്ടി കയറി ആകുണ്ടൻ ഇരുന്നങ്ങ് തപസ് ചെയ്യുന്നു. ആ തപസ് മുടക്കാൻ വേണ്ടി അണ്ണന്റെ ബാക്കിൽ 52 കോടാലിയാണ് എടുത്ത് എറിയണമെന്ന്. എന്നിട്ട് അണ്ണൻ അവിടെ നിന്ന് അനങ്ങൂല. എന്തിന്? AK-47 വെച്ച് 6-5 പുറന്നെ അവിടെ ഇരിക്കുന്നു. ഒരു വെടികുണ്ട പോലും ഇങ്ങനെ പുറത്തുകൊള്ളൂല. അവസാനം അണ്ണന്റെ പൂജ തപസ് കഴിഞ്ഞതിന് ശേഷം ചാടി എണീറ്റ് നീ കറങ്ങട്ട് ഊരിട്ട് എല്ലാത്തിനെയും വീണ്ടും ഇടിച്ച് മതോത്മത്തനാക്കി കൊന്നു കൊല വിളിച്ച് വെട്ടി വീഴ്ത്തുന്നു. അങ്ങനെ ഈ നാടിനെയും നാട്ടുകാരെയും വീട്ടുകാരെയും പ്രളയം രക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ. ശുഭാപരാധം.